തീർച്ചയായിട്ടും അത് മിസ്റ്റർ മേജർ രവി വിശ്വശാന്തി ഫൗണ്ടേഷൻ്റെ ഒരു ഡയറക്ടറാണ്. അദ്ദേഹത്തിന് എന്താ പറയാനുള്ളതെന്ന് വെച്ച് കേൾക്കാം. ഇപ്പോൾ അത് മാത്രമല്ല, അദ്ദേഹം ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ പ്രവർത്തിച്ച ആളാണ്. ആർമിയിൽ ഒരുപാട് വർഷം ഉണ്ടായിരുന്ന ആളാണ്. വിശ്വശാന്തി ഫൗണ്ടേഷൻ്റെ മാനേജിംഗ് ഡയറക്ടർ എന്ന രീതിയിൽ അദ്ദേഹം അനൗൺസ് ചെയ്തിട്ടുള്ള ഈ 3 കോടി എന്ന് പറയുന്നത്, ഇത് വളരെയധികം മനുഷ്യസ്നേഹികളായിട്ടുള്ള കുറേ ആളുകൾ ഞങ്ങളുടെ വിശ്വശാന്തിയിലുണ്ട്. ഒരുപാട് പേര് അതിലേക്ക് തയ്യാറായിട്ടുണ്ട്. അതിലെടുത്ത് ഓഫ് കെറ്റിൽ ബോംബെയുടെ സുബോധ് മേനോൻ എന്നുള്ള വ്യക്തിയും അതുപോലെ തന്നെ ഓപ്പറേഷൻ രാഹത്ത് എന്നുള്ള ഒരു സിനിമ ചെയ്യുന്ന അവരും കൂടി ചേർന്നിട്ട്. അപ്പോൾ ലാലേട്ടൻ്റെ ഇപ്പോൾ ഒരു കാര്യം പറയാൻ ലാലേട്ടൻ പറയാത്തത്, നിങ്ങൾ ചോദിച്ചു ഇവിടെ അറിയുന്ന സ്ഥലമല്ലെന്ന്. ഇപ്പോൾ അവിടെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ മുണ്ടക്കയിൽ സ്കൂൾ കണ്ടപ്പം എന്നെ നോക്കിയിട്ടൊന്ന് കണ്ണ് നിറയുന്നത് ഞാൻ കണ്ടു. അതുകൊണ്ട് വിശ്വശാന്തി മാനേജിംഗ് ഡയറക്ടർ അദ്ദേഹത്തിനോട് ചോദിക്കാതെ തന്നെ ആ സ്കൂൾ, ആ LP സ്കൂൾ റീജനുവേറ്റ് ചെയ്ത് റീബിൽഡ് കൊടുക്കുന്നതും കൂടെ വിശ്വശാന്തി ഏറ്റെടുക്കുകയാണ്. മുണ്ടക്കൈ LP സ്കൂൾ പിന്നല്ല, എനിക്ക് ഈ സ്ഥലം അറിയാം. ഞാൻ ഇവിടെ കാര്യങ്ങളൊക്കെ അറിയാവുന്ന ആൾക്കാരുണ്ട്. ഞങ്ങൾക്ക് പണ്ടൊരു സ്ഥലം ഉണ്ടായിരുന്നു. അതിലെ ചില ആൾക്കാർ മരിച്ചു പോയിട്ടുണ്ട്. എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കേണ്ട ഒരു സാഹചര്യം കൂടിയുണ്ട്. ഈ സ്കൂളിലൊക്കെ 50 കുട്ടികളാണ് മിസ്സായി പോയിട്ടുണ്ട്. ഒരുപാട് ഇമോഷൻ നമ്മളിവിടെ കാണുന്നുണ്ട്. ഇനി എങ്ങനെ മുന്നോട്ട് പോകണമെന്നാണ് ആഗ്രഹം. അതാ ഞാൻ പറഞ്ഞത്, നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല. ഇനി മുന്നോട്ടുള്ള അവരുടെ ജീവിതത്തിനെ നമുക്ക് എങ്ങനെ മെച്ചപ്പെടുത്താൻ പറ്റുമെന്ന് നമ്മൾ തന്നെയാണ് ആലോചിക്കേണ്ടത്. നിങ്ങൾക്കും ആലോചിക്കാം, എല്ലാവർക്കും ആലോചിക്കും, ഒരു ചെറിയ കുട്ടികൾക്ക്. അമ്മയുടെ പ്രസിഡന്റ് കൂടിയാണ് താങ്കൾ. ഈ ഒരു ദൗത്യത്തിൽ അമ്മ എങ്ങനെയായിരിക്കും? തീർച്ചയായിട്ടും അത് നമുക്ക് വേറൊരു കാര്യമാണല്ലോ. ആദ്യം ആവശ്യപ്പെടുന്നത്രയും കാലം അതായത് തീർച്ചയായിട്ടും അതിന്റെ ഒരു സമയമുണ്ടല്ലോ. അപ്പൊ ആ സമയത്ത് അതുവരെ അവരുണ്ടാകാൻ സാധ്യതയുണ്ട്. അതിനെക്കുറിച്ച് ഇപ്പൊ എനിക്ക്